ഹായ് പറയും. ഹായ്. ഹായ്. മുടി വെട്ടാൻ പോണു അല്ലേ? മുടി വെട്ടാൻ പോണ. അയ്യോ ഇത് പിടിച്ച ഇതൊക്കെ ഇരിക്കണം. ബ്യൂട്ടീഷ്യൻ ഒന്നല്ല, ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ആദ്യമായിട്ട് ചെയ്യാൻ പോകും. നമ്മൾ ആദ്യം ഇങ്ങനൊക്കെ വിരിച്ചു കൊടുക്കണം. പ്രൊഫഷണൽ ആണ് ഞാൻ. എന്തോരം മുടിയാ. അതല്ല ഞാൻ പറഞ്ഞത്. മുടി കൊണ്ട് കളറൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ മുടിമേ. എന്ത് അതെന്റെ മുടി ചന്ദനാണ്. എന്തോരം മുടിയാലേ. ഒരുപാട് മുടിയുണ്ട്. എങ്ങനെ വെട്ടണം? ഇത്ര ആക്കണോ? അയ്യോ എന്തേ വാളവാടി പോണ്ടാണ് എനിക്ക്. എന്നാ അമ്മമാരി ക്രോപ്പടിക്കണം. ക്രോപ്പടിക്കാലേ? ക്രോപ്പടിച്ചു കൊടുക്ക്. കൊറേ മുടിയുള്ളതുകൊണ്ടേ എന്ത് ചെയ്യണം കൺഫ്യൂഷനാ. ഇത്രക്ക് വെട്ടട്ടെ? ഇത്തിരി തൊമ്പൊന്ന് ജാനിക്കാ മതി. അതൊന്നും പറ്റുന്നില്ല. അതൊന്നും വേണ്ട വേണം വേണം വേണ്ട. എന്നെ കളിയാക്കണ്ട. വേണ്ട. അപ്പന്റെ കുട്ടിക്ക് അപ്പന്റെ പേര് ഇരിക്കുന്ന ആളാണ്. എന്റെ കൂടില്ല. ഞാൻ മുടി വെട്ടി ജയിക്കായിരുന്നു. അത് ഞാൻ വെട്ടിച്ചേനി. അങ്ങനല്ല, സ്റ്റെപ്പ് വെട്ടണോ ലെയർ വെട്ടണോ? എടി മോളെ, നീ വെറുതെ ഒന്നങ്ങട് തൊമ്പ് തനിക്കടിട്ടടി. നീ സ്റ്റെപ്പും വേണ്ട കാലും വേണ്ട. ഞാൻ ഫ്രണ്ടിലെ മുടി വെട്ടണോ? ഓർത്തിലും വെട്ടണ്ട, ഒരു ദിക്കിലും വെട്ടണ്ട. ഫാഷനാണ് അതൊക്കെ. അല്ല, ഇപ്പൊ ഫാഷന്റെ കാലമുള്ള ഇതൊക്കെ. അപ്പുറം കുരു കുത്താറായി. നേരത്താണ് ഫാഷൻ. ഇനിയിപ്പോ എന്ത് പിന്നെ. മമ്മൂട്ടി മോഹൻലാലൊക്കെ കണ്ടിട്ടില്ലേ? അവരെ പ്രായമുള്ളൂ. അല്ല, അവര് പിന്നെ സിനിമ നടന്മാരാണ്. സിനിമയിലേക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം, എല്ലാം ചെയ്യാം. സിനിമയിലേക്ക് എടുക്കില്ല. അപ്പം പറയും എത്ര വെട്ടണം? എത്ര വെട്ടണം? ക്ലോപ്പ് വെട്ടണോന്ന് പറഞ്ഞു. ഇത്ര വെട്ടട്ടെ? ഇത്ര വെട്ടട്ടെ? അത്രയ്ക്ക് കാറ്റല്ലേ? അന്നാണ്ടല്ല. നല്ല ഭംഗിയില്ല കാണിച്ചു. വേണ്ട, എനിക്ക് ഭംഗി വേണ്ട. എനിക്ക് കെട്ടി വെക്കണം. കാരണം അഴിച്ചിട്ട് പോകാൻ പറ്റൂല. എന്നാ ഫ്രണ്ടിൽ കുറച്ച് വെട്ടിയിടാം. ഒത്തിലും വെട്ടണ്ട, ഫ്രണ്ടിലും ഒന്നും ചെയ്യണ്ട. ബ്യൂട്ടി പാർലർ. ഞാനൊരു കാര്യം പറയട്ടെ. നീ ഇതാ കുട്ടികളെ വിളിച്ചിട്ട് ചെയ്യും. അത് വേണ്ട വേണ്ട. മുടി സ്ട്രെയിറ്റ് ചെയ്യണോ? സ്ട്രെയിറ്റ് ചെയ്യണോ? അതൊന്നും വേണ്ട. കേൾ ചെയ്യണോ? ഒന്നും ചെയ്യണ്ട. ചെയ്യണ്ടേ? പിന്നെ ഇവര് കാണൂര് വിചാരിക്കില്ല എനിക്ക് ഇതൊന്നും ചെയ്യാറില്ല. അറിയില്ല. അറിയിക്കണം. അതാ കുട്ടികളെ വിളിച്ചിട്ട് ചെയ്യാ. ഭംഗിക്ക് ചെയ്തിട്ട് കൊടുക്ക്. ഭംഗി അതാണ് അതിന്റെ ആവശ്യം. അവിടുത്തെ ഇവളെ വിളിച്ച അതൊന്നും വേണ്ട. നമുക്ക് വെട്ടാട്ടെ ഗൈസ്. എങ്ങനെ വെട്ടണം ഞാൻ പറഞ്ഞുതരാം. ആദ്യം മുടി ഇങ്ങനെ രണ്ടു പേരുണ്ട്. നേരെ ഇരിക്കും. തലൊക്കെ നേരെ വെക്കണം കേട്ടാ. തലൊന്നും നനക്കാൻ മോഡൽ. ഭാര്യ മോഡലല്ലേ? ഭയങ്കര മോഡൽ. ഐശ്വര്യ റായാണോ? റാണി ആയിട്ടില്ല. എന്ത് കണ്ടിട്ടാ കല്യാണം കഴിച്ചേ? എന്ത് കണ്ടിട്ട് പിന്നാലെ കൂടിയാണ്. വീഡിയോ എന്തുട്ടെ അതെ എന്നാ പിന്നാലെ കൂടി. ചന്തം കണ്ടിട്ട് കൂടി. എന്താ ചെയ്യാ? ആ ചന്തം കൊണ്ട് വടിഞ്ഞൊഴുകണ് ചന്തം. ഇതൊക്കെ ഇവിടെ ഈ മുടി കണ്ട ഇത്രക്ക് മോളെ. അതെ, പൊട്ടി പൊട്ടി മാന്തി മുടിയൊക്കെ പോകല്ലേ. അപ്പൊ മുടിയൊക്കെ പൊട്ടി പൊട്ടി പോണ്. അപ്പൊ അതിനനുസരിച്ച് ഇത് കയറ്റാൻ ഇറക്കാനൊക്കെ എനിക്ക് മുടിയുണ്ടാ? ഇല്ല. മുറ്റുള്ള മുടിയാണ് അങ്ങനൊക്കെ ചെയ്യ. ഇറക്കട്ടാ.
പറ കഥ പറ. ആ എന്താണ് കല്യാണം കഴിച്ചത്? എന്ത് കണ്ടിട്ട് കൂട്ട് ഒരാളെ കിട്ടണം, അങ്ങനെ മരത്തിലുള്ള കല്യാണം അല്ല, എന്ത് കണ്ടിട്ട് കല്യാണം? മുടി കണ്ടിട്ടാണോ? മുടി നല്ലോണം മുടി ഉണ്ടായിരുന്നോ? മുടിയൊന്നും ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. എന്നൊരു കോലമായത്തോടെ ആളായിരുന്നു. കോലമാതിരിട്ട ആളാ? കോലം പോലെയാണ് ഇങ്ങനെ. അതാ വണ്ണം കുറഞ്ഞിട്ടില്ലേ? വണ്ണം കുറഞ്ഞിട്ട് ഇപ്പോഴാണ് ശരീരമൊക്കെ വെച്ചത്. അന്ന് ഇതാണ് ഒരു വിരലിന്റെ വണ്ണുള്ളൂ. ഇപ്പൊ ഗുണ്ടുമണിയായി. ഇപ്പൊ ഗുണ്ടുമണിയായി. ഫ്രണ്ടിൽ വെട്ടി തട്ടി ഇവിടെ ഇങ്ങനെ ഇടാൻ. ഈ ഫ്രണ്ടിൽ നീ പിന്നെ നിന്നാ മതി. അതല്ലാതെ ഇവിടെ ഇങ്ങനെ പെമ്പിളരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഫാഷൻ ഇടുന്നത്. ദൈവമേ, മുടി കളർ ചെയ്യണോ? എനിക്കൊന്നും ചെയ്യണ്ട. ഞാനേ പെരയിരിക്കണ ആളല്ല, ഇതുപോലെ 5-10 അമ്മമാരുള്ളിൽ പോയിരിക്കണ ആളാണ്. അപ്പൊ ഞാൻ ഇതൊക്കെ ചെയ്താൽ പോകണ്ടോ? അവര് ഉപയോഗിക്കലോ മോഡൽ വന്ന് മോഡല് കുറച്ച് വെട്ടിയിട്ടുള്ളൂ കേട്ടാ. ഫാഷൻ ആക്കണായിരുന്നു അല്ലേ? മാറ്റി അല്ലേ? അല്ലേ? ക്രോപ്പ് ചെയ്യണ്ടായിരുന്നു. ക്രോപ്പ് ചെയ്യണ്ടേ? അത് ചെയ്തില്ല. നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. അപ്പൻ്റെ അത് ശരിക്കും നോക്ക്. എന്ത് നോക്കണം? മുടി കെട്ടിട്ട് മുടി പിന്നിലെല്ലായിടത്തും പറ്റിയേ. അപ്പൊ മുന്നിൽ നോക്കിയിട്ട് എന്ത് കാര്യം? എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഇടുവായോ വീഡിയോ? രസമായിട്ടുണ്ട് കേട്ടാ, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഒരോക്കെ കൊടുത്തേ. ഓക്കേ. ഞാൻ അടുത്ത് വെട്ടണോ? ചെറുതായിട്ട് വായോ. മുടില്ല, വായോ, കൊഴപ്പില്ല, നമുക്ക് പച്ച വെട്ടാ. മുടില്ല. അതിനിപ്പോ എന്താണ്? വാ മാറി, അടുത്ത ആളിരിക്കട്ടെ. വായോ, ഇത്ര കുഴപ്പമില്ല. വാ, ഒരു തരി മുടില്ലാന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല, നമ്മള് വെട്ടും. ഏയ് ഇങ്ങോട്ട് വാ. മുടി വെട്ടിയതെന്നല്ലേ? കോലക്കേടാക്കരുതട്ടാ. കടയിൽ പോയി വെട്ടിയതെന്ന്. ലൈൻ ഉണ്ടട്ടോ ഇവിടെ ഇങ്ങനെ വരാ. അയ്യോ, കളിയാക്കും ആൾക്കാര്. അതിനിപ്പോ എന്താണ് ഇങ്ങനെ? അതല്ല, അത് അല്ല, നീ പറഞ്ഞല്ലോ പ്രായങ്ങൾക്ക് വ്യത്യാസം ഉണ്ട്, അതാണ്. അതിനിപ്പോ എന്താണ്? ഫാഷനായിട്ട് നടക്കാറ്. ഇങ്ങോട്ട് ഇവിടെ നിൽക്ക്. ഈ സൈഡൊക്കെ വിട്ട് ഇങ്ങനെ സൈഡൊക്കെ വിട്ട് അങ്ങനെ ചെവിടിന്റെ ഇവിടുത്തെ സൈഡൊക്കെ ചിലപ്പോ ഞാൻ ചെവിടൊക്കെ വിട്ടുട്ടാ. ഇവിടൊക്കെ ക്ലിയർ ആക്കി. എവിടൊക്കെ? ഇവിടെ ഇതൊക്കെ എന്ത് വിശ്വസിച്ചിട്ടാ എന്റെ അടുത്ത് വെട്ടാൻ പറഞ്ഞേ? എന്ത് വിശ്വസിച്ചിട്ടാ വെട്ടാൻ പറയണേ? ഇതൊന്നും വെട്ടാൻ എനിക്ക് അറിഞ്ഞൂടാ. സത്യായിട്ട് അറിഞ്ഞൂടാ. നമ്മള് അറിയില്ല പറഞ്ഞ് പിന്മാറാൻ പാടില്ല. എന്ത് നമ്മള് ചെയ്യണം? അതിലേ വെട്ടമായി ചെയ്താൽ വെട്ടണമായി കാണിച്ചാ മതിലേ. വെട്ടണമാതിരി എന്ത് കത്തിലോണ്ട് കയ്യില് വേണം. എന്നിട്ട് ഇങ്ങനെ കടക്കാരങ്ങനെയാണോ ചെയ്യണത്? വെറുതെ ഇങ്ങനെ കാണിക്കുള്ളൂ അല്ലേ? എന്നിട്ട് 100 രൂപ മേടിക്കും. അതില് മുടി വെട്ടും. ഇതിപ്പോ
നോക്കട്ടെ. നേരെ വെട്ടാനൊക്കെ നമുക്കറിയാം. പ്രഷറിന്റെ ഗുളിക ഒരു 5-10 വാങ്ങണം. നിന്റെ അത് ഈടി എടുക്കണ്. അതുമ്പോ മരുന്ന് അപ്പന്റെ കൂടി കളർ ചെയ്താലോ? എന്തേ കളർ ചെയ്താലോ? എന്തേ ബ്ലാക്ക് ആക്കാ? അതെങ്ങനെ ഉണ്ടാവും? ഇതിപ്പോഴത്തെ ഫാഷൻ അല്ല. ആൾക്കാര് കളിയാക്കും. ഫാഷൻ അല്ല അപ്പൊ. അങ്ങോട്ട് തിന്നിക്ക അവര് കാണട്ടെ വെട്ടം. അല്ലെങ്കിൽ അവര് വിചാരിക്കും എനിക്ക് വെട്ടാൻ അറിയില്ല. പിൻഭാഗത്താണ് അതന്നെ. അവിടെ നീണ്ടിക്കുന്ന മുടികളൊക്കെ ഇല്ല, അതൊക്കെ കട്ട് ചെയ്യും. അങ്ങനെ കുറച്ച് വെട്ടിയാ മതില്ലേ? മൊത്തം 500 രൂപ ട്ടാ. 2 തലക്ക്, ഒരു തലക്ക് 100, പെണ്ണുങ്ങളെ തലക്ക് 400. നോക്കട്ടെ. ഈരണേനാണ് കഴിവ്. ഓ മാസം എന്റെ മോനെ സൂപ്പറായി. കാണിച്ചു കൊടുക്കട്ടെ. സൂപ്പറായി. സൈഡ് കാണിച്ചു കൊടുക്കട്ടെ. ഇത് നിക്കട്ടെ ഒരു വ്യക്തി. ആ കൊഴപ്പൊന്നുമില്ല അല്ലേ? കണ്ണാട നോക്കിക്കോ. സെറ്റായില്ലേ? ഈ സൈഡ് അടിപൊളി ട്ടാ. ഈ സൈഡ് അടിപൊളി. ഈ സൈഡ് അടിപൊളി. നോക്കട്ടെ. ഓക്കെ പറഞ്ഞേ. ഇനി അപ്പൊ ഇന്നും എന്റെ അടുത്ത് വന്നിട്ടല്ലേ മുടി വെട്ടാ? അല്ലേ? എപ്പോഴും എന്റെ അടുത്തല്ലേ മുടി വെട്ടാ വരാ? പൈസ ആയോ? പൈസ തേതോ? പൈസ പൈസ വാ, പൈസ വാ. അപ്പൊ എല്ലാവർക്കും ബൈ.